ഇന്ന് അഷ്ടനാഗങ്ങളിൽ ഒരാളായ നാഗരാജാവ് വാസുകിയുടെ ഒരു കഥ പറയാം. ഭാരതീയ പുരാണ പ്രകാരം പാതാളത്തിലെ നാഗദൈവങ്ങളുടെ രാജാക്കന്മാരിൽ ഒന്നാണ് വാസുകി. അദ്ദേഹം കശ്യപ മുനിയുടെയും കദ്രുവിൻ്റെയും പുത്രനാണ്. അനന്തന്റെ സഹോദരനുമാണ്. അമ്മയുടെ ശാപമേറ്റ മകനാണ്. 800 തലകളും വെള്ള നിറവുമുള്ള വാസുകി ശിരസിൽ വജ്രം ധരിക്കുന്നവനും ശിവന്റെ കഴുത്തിലെ ആഭരണവുമാണ്. അനന്തൻ തപസ്സിനു പോയ ശേഷം നാഗവംശത്തിന്റെ നേതൃത്വം അനുജനായ വാസുകി ഏറ്റെടുത്തു. അമ്മയായ കദ്രുവിൽ നിന്ന് ലഭിച്ച ശാപത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ അദ്ദേഹം ആഗ്രഹിച്ചു. ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി കടഞ്ഞ് അമൃതെടുക്കാൻ തീരുമാനിച്ചു. പാലാഴി മദനത്തിന് കടക്കോലായി മന്ദരപർവ്വതത്തെ കൊണ്ടുവന്നു. ഇനി ആ പർവ്വതത്തെ ചുറ്റിപ്പിടിക്കാൻ കെൽപ്പുള്ള ഒരു കയർ വേണം. അതിനായി അവർ വാസുകിയുടെ സഹായം തേടി. നാഗലോകത്ത് ചെന്ന് ഗരുഡൻ വാസുകിയോട് പാലാഴിയിലേക്ക് എത്തണമെന്ന് അഭ്യർത്ഥിച്ചു. വേണമെങ്കിൽ എടുത്തുകൊണ്ടുപോയിക്കോളൂ എന്നായിരുന്നു വാസുകിയുടെ മറുപടി. ഗരുഡൻ വാസുകിയുടെ മധ്യഭാഗം കൊത്തിയെടുത്ത് പറക്കാൻ ശ്രമിച്ചു. ചക്രവാളത്തിനപ്പുറത്തെത്തിയിട്ടും വാസുകിയുടെ മധ്യഭാഗം തറയിൽ തന്നെ അവശേഷിച്ചു. എത്ര ശ്രമിച്ചിട്ടും നടക്കാതെ വന്നപ്പോൾ ഗരുഡൻ തിരിച്ചുപോയി. ശിവൻ തൻ്റെ കൈ പാതാളത്തിലേക്ക് നീട്ടി. ശിവന്റെ കയ്യിലെ ചെറുവളയായി വാസുകി പാലാഴിയിലെത്തി. പാലാഴിയിൽ താഴ്ന്ന മന്ദരത്തെ ഉയർത്താൻ മഹാവിഷ്ണു കൂർമാവതാരം കൈക്കൊണ്ടു. മന്ദരത്തിനു ചുറ്റും വാസുകിയെ കയറായി ചുറ്റി അസുരന്മാർ വാസുകിയുടെ തലഭാഗത്തും ദേവന്മാർ വാൽഭാഗത്തും നിലയുറപ്പിച്ചു. പാലാഴി മദനം വർഷങ്ങളോളം നീണ്ടുനിന്നു. പാലാഴിയിൽ നിന്ന് മഹാലക്ഷ്മി ഉൾപ്പെടെ അമൂല്യമായ പലതും ഉയർന്നു വന്നു. മദനത്തിന്റെ ശക്തിയിൽ ക്ഷീണിതനായ വാസുകി കാളകൂടം ഛർദ്ദിച്ചു. ആ വിഷം പാനം ചെയ്ത് ശിവൻ നീലകണ്ഠനായി മാറി. ശിവന്റെ നിസ്വാർത്ഥതയിലും വേദനയിലും ആകൃഷ്ടനായ വാസുകി എന്നേക്കും ഭഗവാനെ സേവിക്കാൻ തീരുമാനിച്ചു. ശിവന്റെ കണ്ഠാഭരണമായി അദ്ദേഹത്തിന് ശക്തിയും സംരക്ഷണവും നൽകി. വാസുകിയുടെ സേവനത്തിൽ സന്തുഷ്ടരായ ദേവന്മാർ വനാനിരിക്കുന്ന വിനാശകരമായ സർപ്പയജ്ഞത്തെക്കുറിച്ചുള്ള വാസുകിയുടെ ആശങ്ക അകറ്റണമെന്ന് ബ്രഹ്മാവിനോട് അഭ്യർത്ഥിച്ചു. വാസുകിയുടെ സഹോദരി ജരദ്ഗരുമുനിയെ കാത്തിരിക്കണമെന്നും ശരിയായ സമയത്ത് അദ്ദേഹത്തെ വിവാഹം കഴിക്കണമെന്നും ബ്രഹ്മാവ് ഊന്നി പറഞ്ഞു. വാസുകിയുടെ സഹോദരിയായ മാനസാദേവിക്കും യേവര പരമ്പരയിൽപ്പെട്ട ജരദ്ഗരുമുനിക്കും ജനിച്ച ആസ്തികമുനി സർപ്പയാഗം തടയാനും നീതിമാന്മാരായ സർപ്പങ്ങളെ സംരക്ഷിക്കാനും വിധിക്കപ്പെട്ടവനായിരുന്നു. ആസ്തികന്റെ പ്രേരണയാൽ നല്ലവരായ സർപ്പങ്ങൾ യജ്ഞത്തെ അതിജീവിക്കുമെന്ന് ബ്രഹ്മാവ് ഉറപ്പു നൽകി. ദുഷ്ടസർപ്പങ്ങളുടെ ഉന്മൂലനം തടയാൻ യാതൊന്നിനും കഴിയില്ല. പക്ഷേ നീതിമാന്മാർക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. അതോടെ വാസുകിയുടെ ആശങ്കകളെല്ലാം അകന്നു.